നമസ്കാരം. പലനാട് പല രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ചധികം ദിവസമായി വേറൊരു ഐറ്റം പ്രസൻറ്റ് ചെയ്തിട്ട് ഇന്നെനിക്ക് പെട്ടെന്ന് എൻ്റെ വല്യമ്മാവനെ ഓർമ്മ വന്നു. വല്യമ്മാവൻ ഇന്നിപ്പോൾ ഞങ്ങളുടെ കൂടെ ഇല്ല. എങ്കിലും വല്യമ്മാവൻ എൻ്റെ വീട്ടിൽ വരുമ്പോൾ എപ്പോഴും ആവശ്യപ്പെടാറില്ല ഒരു സ്പെഷ്യൽ ഡിഷാണ്. ചെറിയ സാധനമാണ്, ഒരു അച്ചാർ പോലെ കഴിക്കുന്നതാണ്. അത് ഉണ്ടാക്കാൻ പറയും. അതെന്താണെന്നറിയോ? നമ്മളെല്ലാവരും പുളിയിഞ്ചി ഉണ്ടാക്കും, പക്ഷേ ഒരു വ്യത്യാസമായിട്ട് പുളിയിഞ്ചി ഉണ്ടാക്കുന്നത് പാവയ്ക്ക പുളിയിഞ്ചി വല്യമ്മാവന് വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോൾ വരുമ്പോഴും പാവയ്ക്ക പുളിയിഞ്ചി ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ഇന്ന് എനിക്ക് വല്യമ്മാവനെ ഓർമ്മ വന്നപ്പോൾ പാവയ്ക്ക പുളിയിഞ്ചി ഒന്ന് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ച് അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാം. ഇതെല്ലാമാണ് പാവയ്ക്ക പുളിയിഞ്ചിയുടെ ഇൻഗ്രീഡിയൻസ്. പാവയ്ക്ക നല്ല പച്ച പാവയ്ക്കയാണ്. അതിൻ്റെ സ്കിൻ ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കളഞ്ഞിട്ട് സ്ലിറ്റ് ചെയ്ത് ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞ് ലോങ് പീസസ് ആയിട്ട് കട്ട് ചെയ്ത്, പച്ചമുളകും ഇഞ്ചിയും അതുപോലെ കട്ട് ചെയ്തതാണ്. കടുകും മുളകുമാണ്. പിന്നെ പുളിയാണ്, ഒരു നല്ല ചെറിയ മധുര നാരങ്ങയുടെ സൈസ് പുളിയെടുത്ത് നല്ലോണം സോക്ക് ചെയ്ത് പിഴിഞ്ഞെടുത്തേക്കണം, അരിച്ചെടുക്കണം. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇത്തിരി ശർക്കര, കായപ്പൊടി, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. ഇതൊക്കെയാണ് നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ്. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചീൻചട്ടിയിൽ കടുക് വറുക്കാനിട്ടിട്ട് ആ കടുക് വറുക്കണ കടുക് മുളകിൻ്റെ കൂടെ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും ഇട്ടു. അതൊന്ന് റോസ്റ്റ് ചെയ്ത് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പാവയ്ക്കയും കൂടി മിക്സ് ചെയ്യണം. ആ പാവയ്ക്ക എന്നിട്ട് ആ എണ്ണയിൽ കിടന്ന് ഒന്ന് റോസ്റ്റഡായിട്ട് വെന്ത് കിട്ടണം. അതിന് ആഡ് ചെയ്യാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ നമുക്ക് ആഡ് ചെയ്ത് ഈ ചൂടിൽ ചീൻചട്ടിയിൽ എണ്ണയിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കായപ്പൊടിയും എല്ലാം കൂടി ചേർത്ത് നല്ലോണം വറുക്കുക. ഇത് നല്ലോണം റോസ്റ്റായി കഴിഞ്ഞിട്ട് അതിലേക്ക് കായപ്പൊടി നല്ലോണം സ്പ്രിങ്കിൾ ചെയ്യണം. എന്നിട്ട് വേണം ഇത് റോസ്റ്റ് നല്ല വാടി വരും പാവയ്ക്ക. നല്ലോണം വാടി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഇനി പുളിവെള്ളമാണ് മിക്സ് ചെയ്യേണ്ടത്. പുളിവെള്ളം ഇതിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ചീൻചട്ടിയിൽ നിന്ന് ഇത് മാറ്റും. എന്നുവെച്ചാൽ പുളി ഈ ഇരുമ്പ് ചീൻചട്ടിയിൽ പുളി വെച്ചാൽ സ്വാദ് മാറും. അതുകൊണ്ട് വേറൊരു സോസ് പാനിലേക്ക് ആക്കിയിട്ട് അത് ഞാൻ ബോയിൽ ചെയ്യാൻ വെച്ചു. ആ ബോയിൽ ചെയ്ത് നല്ലോണം കുറുകി വരണം. അപ്പോൾ കുറച്ചും കൂടി കായപ്പൊടി ചേർത്തിട്ടാണ് ഞാനത് മിക്സ് ചെയ്ത് നല്ലോണം കുറുകി വന്നു കഴിയുമ്പോൾ ആ വെച്ചേക്കണ ശർക്കരയും അതിൽ മിക്സ് ചെയ്ത് നല്ലോണം ഒരുവിധം ഡ്രൈ ആയി നമ്മുടെ പുളിയിഞ്ചിയുടെ കൺസിസ്റ്റൻസിയിലേക്ക് എത്തുമ്പോൾ പാവയ്ക്ക പുളിയിഞ്ചി റെഡി.